കേസ് ചാർജ് ചെയ്തിട്ടില്ല. സാർ വന്ന് പരാതി എഴുതി വാങ്ങിയിട്ട് എഫ്ഐആർ ഇടാന്ന് എഴുതി. എന്താണ് വിഷയം? സാറ് തുറന്നു പറഞ്ഞാൽ മതി. സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കേസാക്കാം. പക്ഷെ കൃത്യമായ കാരണങ്ങൾ വേണം. ഞാൻ ആ കുട്ടിക്ക് കാശൊന്നും കൊടുക്കാനില്ല സർ. പിന്നെന്തിനാ അവള് ഭീഷണിപ്പെടുത്തുന്നത്? സാറിന്റെ മകനുമായും അന്ന് തർക്കമുണ്ടായല്ലോ. ഇനി എന്തെങ്കിലും ട്രാപ്പോ മറ്റാണോ സർ? ഏയ്, അങ്ങനെയൊന്നുമല്ല. എന്തായാലും ഇന്നത്തെ ഈ സംഭവത്തിൽ എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം. സ്റ്റേഷന് പുറത്ത് സംസാരിച്ച് കാര്യങ്ങൾ തീർക്കാൻ നോക്കാം. എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, പരാതിയില്ലാന്ന് സാറൊന്ന് എഴുതി തന്നാ മതി. ഒരു ഇഷ്യൂസും ഇല്ല. എനിക്ക് പരാതിയില്ലാന്ന് എഴുതി തരാം. താൻ ആ തനുജയും കൊണ്ടുവരാം. ശരി സാർ. ഇനി സാറ് പരാതി ഇല്ലാന്ന് പറഞ്ഞാലും തനുജ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴയും. ഇല്ല, സംസാരിച്ച് തീർത്തോളാം. ഓക്കെ, സാറ് വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മതി. എന്താ സർ? സാറിന് പരാതി ഇല്ലെന്നാ പറയുന്നത്. പരാതി ഇല്ലേ സർ? തനുജ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. നോക്ക്, ഇനി ഇതുപോലെ എന്തെങ്കിലും ഷോ ഇറക്കി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ശല്യം ചെയ്യാൻ ചെന്നാൽ പിന്നെ സ്റ്റേഷനല്ല ജയിലാ. റിമൈൻഡ് ചെയ്ത് അകത്താക്കും. തൽക്കാലം പോ. എനിക്കിപ്പോ അങ്ങനെ പോണ്ട സർ. ഇപ്പൊ തന്നെ എന്നെ ജയിലിൽ കൊണ്ടുപോയ്ക്കോ. പറയാനുള്ളത് ഞാൻ കോടതി പറഞ്ഞോളാം. താനിത് ജാട കാണിക്കാണോ? ആദ്യം എന്റെ ആവശ്യം ഇദ്ദേഹം സാധിച്ചു തരുമോ ഇല്ലയോ എന്ന് അറിയണം. എന്നിട്ടേ ഞാൻ പുറത്തിറങ്ങുന്നുള്ളൂ. എന്നാ പിന്നെ നമുക്ക് എഫ്ഐആർ ഇടാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. താനിക്കുന്നത് എന്താ അഹങ്കാരോടോ? സർ പ്ലീസ്, ഒരു മിനിറ്റ്. തനുജ, എനിക്കൊരു പരാതിയുമില്ല. സംസാരിക്കാനുള്ളതൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. പോലീസിനെയും പട്ടാളത്തിനെയും കാണിച്ച് വരട്ടിയാലൊന്നും ഞാൻ പേടിക്കില്ലെന്ന് മനസ്സിലായല്ലോ. സർ, ഇതങ്ങനെ വെറുതെ വിടരുത്. തനുജ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, സംസാരിക്കല്ല, തീർപ്പാക്കണം. ശരി. ഓക്കെ, പോവാം. സർ, ഞാൻ ഇറങ്ങട്ടെ. ശരി സർ. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.